ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. ഓവർനൈറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെച്ച പ്രോൺസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി, വിനെഗർ ഇത്രയാണ് പ്രോൺസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഹാഫ് ആൻ അവർ മുമ്പ് മിക്സ് ചെയ്ത് വെച്ചതായാലും മതി. കൂടുതൽ ടൈം വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് സാധനം കൂടി സെറ്റ് ചെയ്ത് വെക്കാം. സെയിം പാനിലോട്ട് തന്നെ പ്രോൺസ് എടുത്ത് മാറ്റിയതിന് ശേഷം കുറച്ച് ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ അതേപോലെ തന്നെ ചതച്ച ഉള്ളി ഇത്രയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. എക്സ്ട്രാ ഓയിലോ ഗീയോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ പ്രോൺസിന് വേണ്ടി എടുത്ത സെയിം പാന് തന്നെ എടുത്താൽ മതി. അത് മാറ്റിയിട്ട് ഈ സ്റ്റെപ്പ് കുറച്ച് ടൈം എടുത്തിട്ട് ചെറിയ സിമ്മിലിട്ടിട്ട് കുറച്ചും കൂടി ടൈം എടുത്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കസൂരി മേത്തി, ടൊമാറ്റോ, ഗരം മസാല, മഞ്ഞൾ ഇത്രയും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെയും നല്ലപോലെ വഴറ്റിയെടുക്കാം. അത് നല്ലപോലെ വഴന്നിട്ട് ആ ടൊമാറ്റോ ഒക്കെ നല്ലപോലെ ഉടച്ചതിന് ശേഷം അതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരും. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. കുറച്ചും കൂടി ഗീ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മസാലയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യേണ്ടതില്ല കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റ് വരുന്നതാണ്. ഏത് മസാലയും ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിൽ ഒരു ചെറിയ സ്പൂൺ ഗീ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നല്ലപോലെ അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി കുറച്ച് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്രോൺസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോൺസ് കുക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. കൂടുതലായിട്ട് കുക്കായി വന്നാൽ ഒരു റബ്ബറി ടൈപ്പായിരിക്കും. അപ്പോൾ ഓവർ കുക്കാവാതെയും കൂടി നോക്കണം. ഇതും കൂടി നല്ലപോലെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം മൂടി വെച്ചാൽ ടൊമാറ്റോവും ബാക്കിയൊക്കെ പ്രോൺസിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ആ സമയത്ത് കുറച്ചും കൂടി മല്ലിയില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുക. അതിന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി. ഞാൻ ഇതിന് കോംബോ ആയിട്ട് എടുത്തിട്ടുള്ളത് പത്തിരിയാണ്. നല്ല കോംബോ ആണ് പത്തിരിയും പ്രോൺസും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ബൈ.